എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അത് തിളപ്പിച്ച് അതിലേക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതൊന്ന് കോരിയെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പൊട്ടറ്റോ സ്നാക്സാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു കടലമാവ് 1 ബൗള്, കുറച്ച് സവാള ചെറുതാക്കി അരിഞ്ഞത്, 1 മുട്ട, കുറച്ച് ഇഞ്ചി പച്ചമുളക് ചതച്ചത്, പിന്നെ നമ്മൾ ബീഫ് ഒന്ന് ഫ്രൈ ആക്കി അരച്ചെടുത്തത്, പിന്നെ 1 ബൗൾ മൈദ. പിന്നെ മൈദ ഈ എടുത്ത് വെച്ചുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾക്ക് ഒരു ബൗളെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ബീഫ് മസാല, കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉള്ളത്, പിന്നെ കടലമാവ്, പിന്നെ സബോള, പിന്നെ ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ നമ്മളെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ്, പിന്നെ നമ്മൾ എടുത്ത് വെച്ചുള്ള 1 മുട്ടയും ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് നല്ല പോലെ ഒന്ന് ബാറ്റർ യോജിപ്പിക്കുക. വെള്ളം കൂടരുത്, നല്ല തിക്കായിട്ട് തന്നെ വേണം ബാറ്റർ. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ബാറ്ററിൽ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് കോട്ടിങ് ആക്കി, നല്ലോണം കോട്ടിങ് ആക്കിയതിന് ശേഷം ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇവിടെ ഒരു പുറം ഒരിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പുറം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത് വളരെ ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയും ടേസ്റ്റാണ്. ഇത് മയോണീസ് ആണ് ഇതിന് യോജിച്ചത്. ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. മയോണീസും പിന്നെ നമ്മൾക്ക് സ്പെഷ്യലുള്ള ചമ്മന്തിയും ഇതിന് വളരെ സൂട്ടായതാണ്. ഇത് രണ്ടും കൂട്ടി നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നായാലും കുഴപ്പമില്ല. വടയിൽക്കൊക്കെ ഉണ്ടാക്കുന്ന ചമ്മന്തി ആയാലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു ട്രിപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് ട്രിപ്പും പോകാം.